ഹായ് ഫ്രണ്ട്സ്, ചന്ദ്രകാന്തത്തിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ നന്ദയും ഗൗതമും ഇരിക്കുന്നു. അപ്പോൾ നന്ദ ഇങ്ങനെ പറയുന്നത്, ഡിസ്ചാർജ് ചെയ്താൽ ഗൗതം സാറിനെ ഞാൻ എൻ്റെ വാടക വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഓ, IPSകാരന് വാടക വീട്ടിലൊക്കെ താമസിക്കാൻ അഭിമാനത്തിന് കുറവുണ്ടല്ലേ എന്ന്. എങ്കിൽ നമുക്കൊരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു വാടക വീടോ അങ്ങനെയൊക്കെ എടുത്തിട്ട് നമുക്ക് പോവാം, നമുക്ക് നമ്മുടെ ലക്ഷ്മി അമ്മയെയും കൊണ്ടുപോവാം എന്നൊക്കെ പറയും. അപ്പോഴാവും അരുൺ അങ്ങോട്ടേക്ക് വരാം. ആ, ദ മെഡിസിൻ എന്നൊക്കെ അരുണ് നന്ദയോട് പറയും. അപ്പം നന്ദ പറയും, അരുണ് ടൗണിൽ എവിടെയെങ്കിലും നല്ലൊരു വാടക വീട് കിട്ടുകയാണെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ അരുണ് ചോദിക്കും, ആർക്കാ ചോദിക്കുമ്പോൾ നന്ദ പറയും, എൻ്റെ ഒരു ഫ്രണ്ടിനാ പറയും കേട്ടോ. അപ്പോൾ അരുണ് പറയും, ആ ഫ്രണ്ടിനോടെ ഇന്നീവരത്തിൽ 2 റൂം കൂടി ഒഴിവുണ്ട്, അവിടെ വന്ന് താമസിച്ചോളം പറയൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ഗൗതം അരുണും ഭയങ്കര ചിരിച്ചിരിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പോൾ നന്ദ പറയും, ഓ, ഞാൻ പറയണത് അവ എല്ലാം ഒളിഞ്ഞെന്ന് കേട്ടെന്ന് തോന്നുന്നു, അതാ എന്നെ കളിയാക്കുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ടാളും ചിരിക്കും. അപ്പോൾ ഗൗതം പറയും, എൻ്റെ അരുണിനെ നന്നായിട്ട് അറിയാം, എവിടൊക്കെ എന്തൊക്കെ സംസാരിക്കണമെന്നും കറക്റ്റ് സമയത്ത് അവൻ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും പരസ്പരം ഇങ്ങനെ ചിരിക്കും. അപ്പം നന്ദ പറയും, ചുമ്മാ വളവളാന്നടിക്കാതെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക എന്ന് പറയും. ഇത് നന്ദാണ്ട് പോകുന്നു. അപ്പോൾ ഗൗതമിന് ഭയങ്കര ടെൻഷനായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കാവും. പിന്നെ കാണിക്കുന്നത് ഇന്നീവരത്തിലാണ്. ഇന്നീവരത്തിൽ ലക്ഷ്മിയും പവിത്രയും ഫുഡ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ റെഡിയാക്കുമായിരിക്കും. എന്നിട്ട് വേഗം വാ പവിത്രേ, അരുൺ ഇപ്പം ഇങ്ങോട്ട് വരുമെന്ന് ചോദിക്കും. അപ്പോൾ മഹിയേട്ടൻ ചോദിക്കും, ഇന്നെന്താടി ലക്ഷ്മി, നിനക്ക് വല്ല കാറ്ററിങ്ങും കിട്ടിയോ ചോദിക്കും. അപ്പോൾ ലക്ഷ്മി പറയും, ഇത് ഗൗതമ്മാനുള്ളത്, അരുൺ ഇപ്പോൾ വരും പറയും. അപ്പോൾ മഹിയേട്ടൻ പറയും, അസുഖമുള്ള ഗൗതത്തിന് വേണ്ടിയാണോ ഇത് ചോദിക്കും. അപ്പോൾ മോഹിനി പറയും, മഹിയേട്ടാ, അവിടെ ഗൗതമല്ലല്ലോ, ഗൗതത്തിന് കൂട്ടിരിക്കുന്ന ആൾക്ക് വേണ്ടിയാ പറയും. അപ്പോൾ മഹിയേട്ടൻ പറയും, ഓ, മരുമോൾക്ക് വേണ്ടി സ്പെഷ്യലായി ഉണ്ടാക്കിയതാണല്ലേ പറയും. അപ്പോൾ വല്യമ്മ പറയും, കൊടുക്കട്ടെ മഹീന്ദ്ര, അന്നദാനേ മഹാപുണ്യ എന്നൊക്കെ പറയും. അപ്പം മഹിയേട്ടൻ പറയും, ഓ, ഇവിടുത്തെ അന്നം മൂട്ടിച്ചിട്ട് നമ്മുടെ പാവം പിങ്കിമോളെ തോന്നിയാസം പറയിപ്പിക്കുക ഇവള് പറയും. അപ്പം ലക്ഷ്മി പറയും, കഴിക്കുന്ന അന്നത്തിന് പോലും നിങ്ങൾ കണക്ക് പറയുന്ന നിങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് നരക ജീവിതം നയിക്കാനാണ് എന്നൊക്കെ പറയും. അപ്പോൾ മഹിയേട്ടൻ പറയും, ഓ, ആയിക്കോട്ടെ പറയും. അപ്പോഴാവും അങ്ങോട്ടേക്ക് അരുൺ വരുന്നത്. ലക്ഷ്മി വല്യമ്മ ടിഫിൻ റെഡിയായി ചോദിക്കും. അപ്പോൾ ലക്ഷ്മി പറയും. അപ്പം മഹിയേട്ടൻ പറയും, എടാ നന്ദ എന്ന് പറയുന്ന സാധനത്തെ അവിടെ നിന്ന് പിടിച്ച് വെളിയിൽ കളയാൻ നിൻ്റെ കയ്യിനെന്താ എല്ലില്ലേടാ, നിനക്ക് നാണമില്ലെന്ന് ചോദിക്കും. അപ്പോൾ അരുണ് പറയും, എന്നിട്ട് വേണം ഗൗതമേട്ടൻ്റെ അടി ഞാൻ വാങ്ങിക്കാനെന്ന് പറയും. അപ്പോൾ വല്യമ്മ ചോദിക്കും, എന്താ അവളുടെ ഉദ്ദേശം ചോദിക്കും. അപ്പോൾ അരുണ് പറയും, എന്തായാലും ഇങ്ങോട്ട് വരില്ല, നന്ദ വാടക വീട്ടിലേക്ക് ഗൗതമേട്ടനെ കൊണ്ടുപോകാനാ പ്ലാൻ എന്ന് പറയും. എന്തായാലും നന്ദ പറയുന്നതേ കേട്ടുള്ളൂ, പക്ഷെ ഗൗതമേട്ടൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ലെന്ന് പറയും. അപ്പം മഹിയേട്ടൻ ചോദിക്കും, എടാ, ഏതോ ജോലിക്കാരിയുടെ കൂടെ താമസിക്കുന്നല്ലേ. അപ്പോൾ അരുണ് പറയും, അതെ, സെക്രട്ടേറിയറ്റിലെ സ്റ്റാഫാണെന്ന് പറയും. അപ്പോൾ മോഹിനി പറയും, കൊള്ളാം, ഇന്നീവരത്തിലെ കൊച്ച് IPSകാരൻ വേറൊരു വാടക മുറിക്കാരിയുടെ കൂടെ താമസിക്കുന്നു, എന്തായാലും അവർ ഒന്നിച്ചേ കഴിയുകയുള്ളൂ എന്നൊക്കെ പറയും. അരുണ് പറയും, എന്തായാലും അവർ ഒന്നിച്ചേ താമസിക്കുകയുള്ളൂ, എന്തായാലും ഇന്നീവരത്തിലേക്ക് വരില്ല, അല്ലെങ്കിൽ ഒരു വാടക വീട് എടുക്കും, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് എടുക്കും എന്നാ പറയുന്നത് കേട്ടത് പറയും. എന്തായാലും ഗൗതമേട്ടൻ നന്ദയെ വിടില്ല എന്ന് പറയുന്നു. അപ്പം ഞാൻ പോട്ടെ, അവരവിടെ വിശന്നിരിക്കും എന്ന് പറയും. അപ്പം മഹിയേട്ടൻ പറയും, ഏടത്തി കേട്ടില്ലേ, അവരെ വാടക വീട്ടിലേക്ക് താമസിക്കുക പറയും. അപ്പോൾ വല്യമ്മ പറയും, നമ്മൾ കൈവെള്ളയിൽ ഇത്രയും കാലം അവനെ കൊഞ്ചിച്ചും ലാളിച്ചും കളിപ്പിച്ചതല്ലേ, എന്നിട്ട് അവൻ ഇങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ, അവൾ അത്രയ്ക്ക് അവനെ ബ്രെയിൻ വാഷ് ചെയ്ത് കളഞ്ഞല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ പവിത്ര പറയും, വല്യമ്മ നന്ദേച്ചിയെ കയറ്റാത്തത് കൊണ്ടല്ലേ പറയും. അപ്പോൾ മോഹിനി പറയും, ഇത്രയും കാലം ഓമനിച്ച് വളർത്തിയ അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് ഇന്നലെ വന്നവളുടെ കൂടെ പോകുന്ന എൻ്റെ ഈശ്വര, അതിനവൻ എങ്ങനെ മനസ്സ് വന്നു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പ്രിയേച്ചി പറയും, അതിന് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നന്ദയെ ഇങ്ങോട്ട് കയറ്റില്ലെന്ന പിടിവാശിയിലല്ലേ അമ്മി നിങ്ങളെല്ലാവരും, പിന്നെ മാറി താമസിക്കാമെന്നല്ലാതെ വേറൊരു പോംവഴി അവരുടെ മുന്നിലില്ലല്ലോ, എന്തായാലും അവർ മാറി താമസിക്കട്ടെ, സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ അല്ലേ ലക്ഷ്മി അമ്മയെന്ന് പ്രിയേച്ചി പറയും. അപ്പോൾ ലക്ഷ്മി പറയും, എൻ്റെ മോൻ എവിടെ താമസിക്കുന്ന അവിടെ തന്നെ ഞാനും താമസിക്കും, എല്ലാവരോടും കൂടിയായി പറയുക കേട്ടല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ മഹിയേട്ടൻ പറയും, അല്ലടി ഷേ എന്ന് പറയും. അപ്പോൾ വല്യമ്മ പറയും, അതിന് ഞാൻ സമ്മതിക്കില്ല, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ എൻ്റെ മോനെ ഇവിടുന്ന് പറിച്ചു കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയും.
അപ്പോൾ പ്രിയേച്ചി പറയും, ഓ എന്തൊരു സ്നേഹം എൻ്റെ അമ്മയ്ക്ക്. സ്നേഹം കൊണ്ടൊന്നല്ല, ഗൗതമേട്ടൻ്റെ 6 അക്ക ശമ്പളത്തോടുള്ള ആർത്തിയാണ് വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നന്ദയെ ഇങ്ങോട്ട് കയറ്റണോ വേണ്ടോ എന്ന് അമ്മ തീരുമാനിക്കണം എന്നൊക്കെ പറയും. ശമ്പളം വേണോ അതോ നന്ദ വേണോ എന്ന് തീരുമാനിച്ചോളൂ എന്നൊക്കെ പറയും. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ നേഴ്സ് പറയും, സാർ ചൂടുവെള്ളം പിടിക്കണം പറയും. അപ്പോൾ ഗൗതം പറയും ശരി പറയും. എന്നിട്ട് നേഴ്സ് ഇങ്ങനെ കഴുകാവും, ഗൗതമിനെ ഇങ്ങനെ തുടച്ചെടുക്കാവും. അപ്പോൾ നന്ദ, നിർത്ത്, ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞില്ല, ഐ ആം എ മെഡിക്കൽ സ്റ്റുഡൻ്റ് എന്ന് പറയും. അപ്പോൾ നേഴ്സ് പറയും, സോറി മാഡം, മാഡത്തെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ടാ പറയും. അപ്പോൾ നന്ദ പറയും, നിങ്ങളിങ്ങനെ കാണിക്കുമ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ നേഴ്സ് അങ്ങനെ പോവും. അപ്പം നന്ദ പറയും, ഓ ഒരു നേഴ്സ് അങ്ങോട്ട് തുടച്ച് തരുമ്പോൾ സുഖിച്ചിവിടെ കെടുക്കല്ലേ, ഞാനൊന്നങ്ങോട്ട് മാറിയപ്പോഴും എല്ലാവരും അങ്ങ് വരും, അത് രസിച്ചിരിക്കാനും ഓരോരുത്തർ പറയും. എന്നിട്ട് ഇങ്ങനെ ചിരിക്കും. അപ്പോൾ ഗൗതം പറയും, ഒരു ഡോക്ടർ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അതെ, ഞാനൊരു ഡോക്ടർ മാത്രമല്ല, ഒരു ഭാര്യ കൂടിയാ പറയും. അപ്പോൾ ഗൗതം ഇങ്ങനെ ചിരിക്കുന്നു. അപ്പോൾ എന്നിട്ട് പറയുമ്പോൾ നന്ദ പറയും, ദേ അടങ്ങിയിരുന്നോളണം പറയും. എന്നിട്ട് നന്ദ ഇങ്ങനെ തുടക്കാവും. അപ്പോൾ ഗൗതം പറയും, ദേ എനിക്ക് ഇക്കിളിയാവുമെന്ന് പറയും. അപ്പോൾ നന്ദ ഇങ്ങനെ ചിരിക്കുന്നിട്ട് നന്ദ പറയും, ഓ ഒരു ധീരനായ പോലീസിന് ഇക്കിളിയാവുന്നു, നാണക്കേടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഗൗതം ഇങ്ങനെ പറയും, നന്ദ ഞാൻ ഒരു കാര്യം പറയട്ടെ ചോദിക്കും. അപ്പോൾ ഗൗതം പറയും, നന്ദ നീ ഇത് ജോലിയുടെ ഭാഗമായി ചെയ്യുന്നതാണോ അതോ നീ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ പറയും. വേറൊരു പെണ്ണുങ്ങളെ എൻ്റെ ദേഹത്ത് തൊടുന്നത് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഗൗതം പറയും, എന്താ അങ്ങനെ, എന്താ അതിൻ്റെ അർത്ഥം, ഞാൻ മറ്റാരുടേതും ആവാൻ പാടില്ല എന്നാണോ, നന്ദയുടേത് മാത്രമാവണം എന്നാണോ, എൻ്റെ വെറും തോന്നലാണോ അതൊക്കെ എന്ന് ഗൗതം ഇങ്ങനെ ചോദിക്കും. അപ്പം നന്ദ പറയും, ഒന്ന് അടങ്ങിയിരിക്കുകയെന്ന് പറയും. അപ്പോൾ ഗൗതം പറയും, നീ എന്തിനാ ഞാൻ പറഞ്ഞതിന് ഉത്തരം പറ എന്നൊക്കെ പറയും. അപ്പോൾ നന്ദ അങ്ങനെ ഒഴിഞ്ഞു മാറും. ഗൗതം പറയും, നമ്മുടെ ഡീൽ അനുസരിച്ച് നിൻ്റെ ഡോക്ടർ ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ നീ എന്നെ വിട്ടു പോകും അല്ലേ, മനുഷ്യ മനസ്സല്ലേ, എന്ത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാലേ എന്നൊക്കെ പറയും. അപ്പോൾ നന്ദ പറയും, ഞാൻ വിട്ടുപോയാൽ സാർ വേറെ കല്യാണം കഴിക്കുക ചോദിക്കും. അപ്പോൾ ഗൗതം പറയും, അങ്ങനെ ഇഷ്ടം പറയുന്നു, മനസ്സല്ലേ, എപ്പോഴാണ് മാറുകയെന്ന് അറിയില്ലല്ലോ, ഞാൻ പിങ്കിയെ പ്രണയിച്ചില്ലേ, ഇപ്പോൾ ഞാൻ അവളെ മറന്നില്ലേ, അതുപോലെ തന്നെ നന്ദയെയും ഞാൻ മറക്കും, അവിടെ മറ്റൊരാളും കടന്നു വരും എന്നൊക്കെ പറയും. അപ്പോൾ നന്ദ പറയും, അതിന് കഴിയുമോ സാറിനെ ചോദിക്കും. അപ്പോൾ ഗൗതം പറയും, നന്ദയ്ക്ക് എന്നെ മറക്കാൻ പറ്റുമോ, എന്നെ വിട്ട് പോവാൻ പറ്റുമോ ചോദിക്കും. അപ്പോൾ നന്ദ പറയും, ഞാൻ ശരിക്കും ഗൗതം സാറിൻ്റെ ഭാര്യ ആയിക്കോട്ടെ ചോദിക്കും. അപ്പോൾ ഗൗതം ഇങ്ങനെ ചിരിക്കും. എന്നിട്ട് അവിടെ റൊമാൻസൊക്കെ കാണാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൂമെൻറ്റ്സൊക്കെ ആവും. അപ്പോൾ ഗൗതം ചോദിക്കും, എന്താ നന്ദ പറഞ്ഞേ ചോദിക്കും. അപ്പോൾ നന്ദ പറയും, നമുക്ക് ഈ ഡീലൊന്ന് പിൻവലിച്ചേക്കാം, ഞാൻ മരണം വരെ ഗൗതം സാറിൻ്റെ ജീവിതത്തിന് കൂട്ടായിരിക്കട്ടെ പറയും. ഇത് കേൾക്കുന്ന ഗൗതത്തിന് ഭയങ്കര ഹാപ്പിയാകും. എന്നിട്ട് ഗൗതം കൈ പിടിക്കുന്ന പരസ്പരം നോക്കുന്നു, എന്നിട്ട് അവിടെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഗൗതം പറയും, മരണം വരെ അല്ല നന്ദ, അടുത്ത ജന്മത്തിലും എല്ലായ്പ്പോഴും നീ തന്നെ വേണം എൻ്റെ കൂട്ട്, മരണം വരെ പരസ്പരം സ്നേഹിക്കണം എന്നൊക്കെ പറയും. എന്നിട്ട് പരസ്പരം ഇങ്ങനെ നോക്കുന്നു. എന്നിട്ട് ഗൗതം ഇങ്ങനെ കൈ വെച്ച് പിടിക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ റൊമാൻസിൻ്റെ സീനൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഡിസ്ചാർജാണ് കാണിക്കുന്നത്. അരുണ് ബാഗൊക്കെ പാക്ക് ചെയ്യുന്നു. നന്ദ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അവരെല്ലാവരും ഡോക്ടറോട് പറയും, ഞങ്ങൾ പോവുകയെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയാം. എന്നിട്ട് നന്ദയും ഗൗതം പരസ്പരം ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ ഗൗതം പറയും, നന്ദ നമ്മൾ ഈ ഹോസ്പിറ്റൽ ഇവിടുന്ന് നമ്മൾ ഒന്നിച്ചു പോകണോ എന്ന് തീരുമാനിക്കേണ്ടെന്ന് നന്ദയ്യ, ഒരു വാടക വീട്ടിലേക്ക് മാറാനുള്ള തീരുമാനം അതിൻ്റെ മറുപടി ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ വീട്ടുകാർ എത്ര മോശമാണെങ്കിലും നമ്മുടെ വീട്ടുകാരുടെ സ്നേഹവും വാത്സല്യവും എല്ലാം നമ്മളിൽ ഇന്നുമുണ്ട്. നമ്മളുടെ സ്വന്തം സുഖത്തിന് വേണ്ടി അവരെ ഉപേക്ഷിച്ച് പോകുന്നത് കൊടും വഞ്ചനയാണ് എന്നൊക്കെ പറയും. ഇനി നന്ദ തീരുമാനിക്കുക പറയും. എന്നിട്ട് എന്തിനാ ഈ വാശി എന്നൊക്കെ നന്ദയോട് ഇങ്ങനെ ചോദിക്കും. നന്ദയെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് എൻ്റെ വീട്ടുകാരാണോ? ഞാനല്ലേ? ഞാൻ തന്നെ നിന്നെ വിളിക്കുക നമ്മുടെ വീട്ടിലേക്കും എൻ്റെ മനസ്സിലേക്കും. അന്ന് ഇറക്കി വിട്ടപ്പോൾ നന്ദയ്ക്ക് ആ വീടിന് ഒരു സ്ഥാനവും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇപ്പോൾ അത് മാറ്റി പറയുക, ഇനിയെല്ലാം നന്ദയാണ് എന്ന് പറയും. ഇനിയെല്ലാം നന്ദയുടെ ഇഷ്ടം പോലെ നന്ദ ഇങ്ങനെ ഇതാക്കും. അപ്പോൾ നന്ദ അവിടുന്ന് പോവും. അപ്പോൾ ഗൗതം, നന്ദ നീ വാടക വീട്ടിലേക്കാണോ, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം എന്നൊക്കെ പറയും. എന്നിട്ട് ഞങ്ങൾ ഇന്നീവരത്തിലേക്ക് പോയിക്കോളാൻ പറയും. അപ്പോൾ നന്ദ പറയും, എന്തിനാ വാടക വീട്ടിലേക്ക് പോകുന്നത്, ഞാൻ ഇന്നീവരത്തിലേക്കാണ് വരുന്നത്, അതാണ് ഇനി മുതൽ എൻ്റെ വീട് എന്ന് പറയും.
അപ്പോൾ അരുണ് പറയും, ഓ അടിപൊളി, ഞാൻ ഇപ്പം തന്നെ രാധികേച്ചി വിളിച്ച് പറയാം ഇന്നിവരത്തിലേക്ക് വരാൻ പറയാം എന്നൊക്കെ പറയും. എന്നിട്ട് അവിടെ നന്ദയും ഗൗതമും ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് രണ്ടാളും പരസ്പരം നോക്കുന്നു, കൈ പിടിച്ചിരിക്കുന്നു. അവിടെയും ഒരു റൊമാൻസിനൊക്കെ ഉണ്ട്. പിന്നെ കാണിക്കുന്നത് ഇന്നീവരത്തിലാണ്. ഇന്നീവരത്തിൽ മഹിയേട്ടൻ ഇങ്ങനെ പത്രം വായിക്കുന്നു. അപ്പോഴാവും വണ്ടി വരുന്ന സൗണ്ട് കേൾക്കുക. അപ്പോൾ വല്യമ്മയും മഹിയേട്ടനും കൂടിയിട്ട് ഗൗതമിനെ നോക്കാനായിട്ട് പോവും. അപ്പോഴാവും നന്ദയെ കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാവും. അപ്പോൾ നന്ദ അങ്ങനെ ആലോചിക്കും, വല്യമ്മ ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് വാതിലടയ്ക്കുമ്പോൾ അങ്ങനെ ചിരിക്കണമൊക്കെ ആലോചിക്കുമ്പോൾ നന്ദയ്ക്ക് ദേഷ്യം വരും. അപ്പോൾ കാണാൻ പിങ്കിയും വരുന്നുണ്ട്, പിങ്കിക്കും ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് വല്യമ്മ അങ്ങനെ നോക്കും. അപ്പോൾ പ്രിയേച്ചി പറയും, ഞാൻ മുമ്പും ചോദിച്ച ചോദ്യം തന്നെ പിന്നെയും ആവർത്തിക്കുന്നു, എങ്ങനെ നന്ദയെ കയറ്റില്ലെന്ന വാശിയോ അതോ ഗൗതം എന്ന കറവപ്പശയെ അമ്മയ്ക്ക് തന്നെ വലുത് എന്നാണോ? എന്താ തീരുമാനിക്കേണ്ടത്, അമ്മ തന്നെ പറയും. അപ്പോൾ ഗൗതമും നന്ദയും ഇങ്ങനെ നോക്കാവും വല്യമ്മയെയും അച്ഛനെയും. അതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്